ബ്രഹ്മാണ്ഡ ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. കാട്ടാളൻ സൂപ്പർ ഹിറ്റാകുമെന്നാണ് പടം കണ്ടിറങ്ങിയവരും പറയുന്നത്. പെപ്പയുടെ അഭിനയത്തിനും ആക്ഷനും കയ്യടികൾ കൂടുകയാണ്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നത്. ബ്രഹ്മാണ്ഡ ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ആദ്യ ഷോ മുതൽ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഇത് 100 കോടിക്ക് മുകളിലും പോകുമെന്ന കണക്കൂട്ടലിൽ തന്നെയാണ് ആരാധകരും. പാൻ ഇന്ത്യൻ ലേബലിൽ വരുന്ന ചില അന്യഭാഷാ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മളിൽ പലരും ആലോചിക്കും, ഇതുപോലൊന്ന് മലയാളത്തിൽ എപ്പോഴാണ് വരിക? എന്നാൽ ഇതാ അത് സംഭവിച്ചിരിക്കുന്നു. താരപ്രകടനങ്ങൾ കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും കാട്ടാളൻ അത്തരത്തിലൊരു മാറ്റമാണ് മലയാള സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മലയാളത്തിൽ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ശരിക്കും പറഞ്ഞാൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ഈ ചിത്രം വലിയൊരു സമ്മാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സാങ്കേതിക മികവ് കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ചിത്രമാണ് കാട്ടാളൻ. ആനക്കൊല്ലി എന്ന കാടും അവിടെ നടക്കുന്ന ആനവേട്ടയുമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. ആനവേട്ടക്കാർ തമ്മിലുള്ള പകയും സംഘർഷവും നടക്കുന്നതിനിടെ ഇവർക്കിടയിലേക്ക് ആന്റണി എന്ന ചെറുപ്പക്കാരൻ കൂടി എത്തുന്നു. അതോടുകൂടി കാട്ടാളൻ സംഘർഷഭരിതമാകുന്ന അന്തരീക്ഷമാണ്. വില്ലന്മാരെ കാണിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. വില്ലന്മാരുടെ ലോകവും പശ്ചാത്തലവും കാണിച്ച ശേഷമാണ് കഥ നായകനിലേക്കും എത്തുന്നത്. ഏതു തരത്തിലുള്ള ആളുകളെയാണ് നായകന് ഭാവിയിൽ നേരിടാനുള്ളതെന്ന അടിത്തറയോടുകൂടിയാണ് അണിയറ പ്രവർത്തകർ സഞ്ചരിക്കുന്നത്. സിനിമയുടെ ഭൂരിഭാഗം ഒരു കാടിനുള്ളിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കാടിനെ ആനവേട്ടക്കാർ അടക്കി വാഴുന്ന ലോകമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നായകന്മാരും വില്ലന്മാരും ഒരുമിച്ചുണ്ട്. അടിമകളും ഉടമകളുമുണ്ട്. എല്ലാത്തിലും ഉപരി അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടവും നമുക്കിതിൽ കാണാൻ സാധിക്കും. അതിൽ ആര് വാഴും ആര് വീഴും എന്നതാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. ചിത്രത്തിൽ വില്ലന്മാരെ ഉൾപ്പെടെ നായകനും ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന പശ്ചാത്തല സംഗീതം രോമാഞ്ചമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ഒരെണ്ണം പോലും മറ്റൊന്നിനോട് സാദൃശ്യമില്ല എന്നതാണ് മറ്റൊരു കാര്യം. ചിത്രത്തിന്റെ ഛായാഗ്രഹണവും സമ്പൂർണ്ണ ആക്ഷൻ സിനിമയ്ക്ക് യോജിച്ചതായി മാറുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങൾ ഓരോന്നും വലിയ തരത്തിൽ കയ്യടികൾ നേടുന്നുണ്ട്. ആന്റണി വർഗീസ് പെപ്പയുടേത് കൃത്യമായി പരിവർത്തനം നടത്തുന്ന കഥാപാത്രമാണ്. സാധാരണക്കാരിൽ നിന്ന് നേതാവിലേക്കുള്ള വളർച്ച, അടിച്ചമർത്തപ്പെട്ടതുപോലെ കഴിയുന്ന ഒരു ജനവിഭാഗത്തിന് പ്രചോദനമാകുകയും അവർക്ക് മുന്നിൽ നിന്ന് പോരാടുകയും ചെയ്യുന്ന കഥാപാത്രമായിട്ടാണ് ആന്റണി ചിത്രത്തിൽ നിറഞ്ഞാടുന്നത്. പെപ്പെ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആക്ഷൻ വേഷങ്ങളിൽ എപ്പോഴും തിളങ്ങാറുള്ള ആന്റണി വർഗീസിനെ നായകനാക്കിയ ഈ ചിത്രം തിയേറ്ററുകൾ തൂക്കുമെന്ന് ഉറപ്പാണ്. സൂപ്പർ ഹിറ്റ് ചിത്രം മാർക്കോയുടെ നിർമ്മാതാക്കളിൽ നിന്ന് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം തന്നെയാണിത്. അതിനാൽ തന്നെ ആവേശം ഒട്ടും ചോരാതെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോകൾ ആരംഭിച്ചത്. നേരത്തെ ആരംഭിച്ച അഡ്വാൻസ് ബുക്കിംഗിന് ലഭിച്ച വൻ പ്രതികരണം തന്നെ പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിലോടുള്ള താല്പര്യം തെളിവാക്കുന്നതാണ്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ചിത്രം വൻ തുകയാണ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. എന്തായാലും വിവിധ തരം ആക്ഷൻ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും സമ്പൂർണ്ണമായി കാടിനുള്ളിൽ നടക്കുന്ന വേട്ട ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ചിത്രം വെള്ളിത്തിരിയെ തീപിടിപ്പിക്കുന്ന അനുഭവം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.